JR പത്മകുമാർ, മോദിയുടെ കേരളത്തിലെ അടുത്തടുത്തുള്ള രണ്ടാമത്തെ പരിപാടിയാണ്. ഇന്നിപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം എന്ന നിലയ്ക്ക് കൂടിയാണോ ഈ മഹിളാ സംഗമത്തെ കാണേണ്ടത്? ആരുടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീ മഹിളാ സംഗമം എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പരിപാടി വെച്ചു. ആ പരിപാടിയിൽ പ്രധാനമന്ത്രി വരികയും കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ചെയ്തിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ, പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള പദ്ധതികളെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് വേണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രചരണം എന്നുള്ള നിലയിലല്ല, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിൽ കാണുന്നതിലും തെറ്റൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ജനങ്ങൾ അവരുമായി സംവാദിക്കുക എന്നുള്ളതാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ടായിരുന്നു, പല മേഖലകളിൽ നിന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിച്ചച്ചട്ടി സമരം നടത്തിയ വൃദ്ധയായ മറിയ കുട്ടിയും ആ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അമ്മമാരെ, സഹോദരന്മാരെ എന്ന് തന്നെയാണ് പ്രസംഗത്തിലുടനീളം മോദി പറയുന്നത്. പദ്ധതികളും വിശദീകരിക്കുന്നുണ്ട്. അതിലപ്പുറമുള്ള രാഷ്ട്രീയ പ്രസംഗം അവിടെ കണ്ടു. കേരള സർക്കാരിനെ, ഇവിടുത്തെ കോൺഗ്രസിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗവും കണ്ടു. ഈ പ്രസംഗത്തിൽ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾ അതെത്രത്തോളം അവിടെ കൂടി നിന്നവർ ഏറ്റെടുത്തു എന്നാണ് BJP കരുതുന്നത്? അത് അവരെ ഏറ്റെടുത്തോ ഇല്ല എന്നുള്ളതല്ലല്ലോ, അവരോട് പറയുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന ഇരട്ടത്താപ്പ് അത് ജനങ്ങളോട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്, പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത്. അവിടെ കൂടിയ ആളുകൾ മാത്രമല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓരോ ചാനലിന്റെ ലൈവ് ഷോകളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും നോക്കുമ്പോൾ കേരളം മുഴുവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു, പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി സ്ത്രീകളെ ആദരിക്കുന്നു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പ്രധാനമന്ത്രിയാണല്ലോ, നരേന്ദ്രമോദി എന്ന നിലയ്ക്കല്ല, പ്രധാനമന്ത്രിയുടെ പരിപാടിയാണ്. ശ്രീ JR പത്മകുമാർ, അങ്ങനെയെങ്കിൽ അവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സ്വർണ്ണക്കടത്ത് എവിടെ നടന്നു, ഏത് ഓഫീസിൽ നടന്നു എന്നൊക്കെ അറിയാമല്ലോ എന്ന്. ഇവിടെ പറഞ്ഞ് തേഞ്ഞ് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് തുടർഭരണം വന്ന് അതേ വിഷയം ഉന്നയിക്കുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ആരാണ് അന്വേഷിച്ചത്? കേന്ദ്ര ഏജൻസികളാണ്. അപ്പോൾ എന്താണ് ഈ പ്രസംഗത്തിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ടത്? ജനം ഏറ്റെടുക്കുമ്പോൾ ജനം ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പാതി വഴിയിൽ ഇട്ടിട്ട് പോയ സ്വർണ്ണക്കടത്ത് കേസ് അത് ഈ രൂപത്തിൽ അവിടെ പ്രസംഗിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് വിശദീകരിക്കാനാവുക? അല്ല, സ്മൃതിയോട് ആരോ പറഞ്ഞത് സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണമൊക്കെ തീർന്നു, എല്ലാം മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടാണ് അന്വേഷണ ഏജൻസികൾ പോയിട്ടുണ്ടെന്ന്. അതിനെ സംബന്ധിച്ച് ഏത് ഓഫീസിലാണ് അദ്ദേഹം, പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം വളരെ വ്യക്തമല്ലേ? ഏത് ഓഫീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് നടന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂ? ആരായിരുന്നു ശിവശങ്കരൻ? ഇതൊക്കെ ഒരുപാട് കേന്ദ്രം അന്വേഷിച്ച കാര്യമാണല്ലോ, കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ. വിമർശനം ഉന്നയിക്കുമ്പോൾ ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ള കാര്യം വിശദീകരിക്കണം. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇത്രത്തോളം വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന് വിശദീകരിക്കണം. അല്ല, അതാണല്ലോ അന്വേഷണ ഏജൻസികൾ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് സാധാരണ പോലീസ് അന്വേഷിക്കുന്നത് പോലെയുള്ള EDയോ കസ്റ്റംസോ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്കണോമിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണം, അതിൻ്റെതായ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ശിവകുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനധികൃതമായിട്ടുള്ള ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അതൊരു തുടർ പ്രക്രിയയാണ്. അത് അന്വേഷണം തുടർന്നു പോകും. അതിൽ ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യമില്ല. അതൊരു അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ശരി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.